കുരങ്ങു കുഞ്ഞുങ്ങൾ ഭക്ഷണത്തെക്കാൾ പ്രാധാന്യം ഈ കംഫർട്ടിനും സുരക്ഷയ്ക്കും ആണ് നൽകുന്നത് എന്നത് വളരെ പണ്ടേ നടന്ന പരീക്ഷണങ്ങളിൽ തെളിഞ്ഞ കാര്യമാണ്. 1950കളിൽ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ ഹാരി ഹാർലോ റീസസ് കുരങ്ങുകളിൽ നടത്തിയ അതിപ്രശസ്തമായിട്ടുള്ള പരീക്ഷണങ്ങളുണ്ട്. നിരവധി കുരങ്ങു കുട്ടികളെ അവരുടെ അമ്മമാരിൽ നിന്നും പറിച്ചെടുത്ത് അകറ്റി ഒറ്റക്കാക്കി കൂട്ടിൽ വളർത്തി പല പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അദ്ദേഹം നടത്തി. അതിലൊന്ന് വളരെ പ്രശസ്തമായതാണ്. ലോഹ കമ്പികളും മര കഷ്ണങ്ങളും ഒക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാവക്കുരങ്ങും മൃദുവായിട്ടുള്ള തുണികൾ കൊണ്ട് പൊതിഞ്ഞ ഒരു പാവക്കുരങ്ങും കൂട്ടിൽ വെച്ചിട്ടുണ്ടാകും. ലോഹ കമ്പികൾ കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന പരുപരുത്ത ആ പാവയുടെ കൂടെ തന്നെ പാൽക്കുപ്പിയും ഉണ്ടാവും. അത്തരത്തിൽ പാൽക്കുപ്പി വെച്ചും വെക്കാതെയും ഒക്കെയുള്ള പലതരം പരീക്ഷണങ്ങളാണ് അദ്ദേഹം ചെയ്തത്. ലോഹ കമ്പികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആ പാവയുടെ അടുത്ത് നിന്നും പാൽ കുടിച്ച ഉടനെ തന്നെ കുട്ടിക്കുരങ്ങൻ ഓടി മൃദുവായിട്ടുള്ള തുണികൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പാവയുടെ അടുത്തേക്ക് പോകും. അതിനെ ചേർന്ന് നിൽക്കും. അതായത് ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് ഈ കുരങ്ങ് എപ്പോഴും ലോഹങ്ങൾ ചുറ്റിയ കുരങ്ങിനടുത്തേക്ക് പോയത്. അതായത് കുട്ടിക്കുരങ്ങിനെ സംബന്ധിച്ചിടത്തോളം പാൽ അല്ലെങ്കിൽ ഭക്ഷണത്തെക്കാൾ കൂടുതൽ പ്രധാനമുള്ളതായിരുന്നു ചൂടും മൃദുലതയും ഒക്കെ നൽകുന്ന തുണി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ കുരങ്ങൻ പാവ നൽകുന്ന കംഫർട്ട്. ഇതോടൊപ്പം തന്നെ ചില പരീക്ഷണങ്ങൾ കൂടി അദ്ദേഹം ചെയ്തിരുന്നു. ഭയപ്പെടുത്തുന്ന രൂപമുള്ളതും മുഖം ഇങ്ങനെ വികൃതമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു പാവയെ അതിനടുത്ത് കൊണ്ടുവച്ചപ്പോൾ പേടിച്ച് കഴിയുന്ന കുഞ്ഞിക്കുരങ്ങ് മൃദുവായ തുണി പൊതിഞ്ഞ പാവയെ അടുത്തുണ്ടെങ്കിൽ ഉടൻ തന്നെ അതിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകും. എന്നിട്ട് അതിന് ചേർന്ന് നിൽക്കും. അപ്പോഴതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സുരക്ഷയും ധൈര്യവും ലഭിച്ചതായിട്ട് നിരീക്ഷിക്കപ്പെട്ടു. അത് പിന്നെ പതുക്കെ പേടി പ്രകടിപ്പിക്കാതെ ചിലപ്പോൾ ആ ഭീകരരൂപമുള്ള പാവയോട് പൊരുതാൻ വരെ സന്നദ്ധമാകുന്ന വിധത്തിൽ ധൈര്യം പ്രകടിപ്പിക്കാനും തുടങ്ങി. അതുകൂടാതെ അത് സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യും. അതായത് ആ തുണിയുടെ കംഫർട്ട് ഭക്ഷണത്തിനും അപ്പുറമുള്ള താല്പര്യം ആ കുട്ടിക്കുരങ്ങിന് നൽകുന്നുണ്ട് എന്ന് ബുദ്ധിയുദിക്കാതെ കുഞ്ഞുകുട്ടികൾ അമ്മയോട് പ്രത്യേക താല്പര്യം കാണിക്കുന്നത്, ഇഷ്ടം കാണിക്കുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട്, മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ടാണ് എന്നായിരുന്നു ശാസ്ത്രജ്ഞന്മാർ അതുവരെ കരുതിയിരുന്നത്. എന്നാൽ അതല്ല, ഭക്ഷണത്തിനപ്പുറം സുരക്ഷ, കംഫർട്ടാണ് അവരെ കൂടുതൽ അടുപ്പിക്കുന്നത് എന്ന് ഈ പഠനത്തിൽ തെളിഞ്ഞു. വൈകാരിക മാനസിക വികാസത്തിന് സുരക്ഷയും ഇഷ്ടവും കരുതലും ഒക്കെയാണ് ഭക്ഷണത്തെക്കാൾ പ്രധാനമായി നമ്മുടെ തലച്ചോർ പരിഗണിക്കുന്നത് എന്ന് ഇത് തെളിയിച്ചു. മനുഷ്യരിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് എന്നുകൂടി ഇതിനർത്ഥമുണ്ട്. ശാരീരിക സ്പർശം, അത് നൽകുന്ന സുരക്ഷാബോധം ഒക്കെ അമ്മയില്ലാത്ത കുട്ടികളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം തുടങ്ങിയ വിശദമായ തുടർ പഠനങ്ങൾക്ക് ഈ കണ്ടെത്തലുകൾ സഹായിച്ചിട്ടുണ്ട്.